വയനാട്ടിലെ കാട്ടാന ആക്രമണം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. വനം മന്ത്രിയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. MG പ്രതീഷ് തിരുവനന്തപുരത്ത് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, സഭയടക്കം ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണോ മുഖ്യമന്ത്രി തന്നെ ഇടപെടുന്നത്? തീർച്ചയായും വേണു. കാരണം നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. കാരണം വയനാട്ടിൽ കാട്ടാന ആക്രമണങ്ങൾ ഉൾപ്പെടെ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ആക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ഈ വിഷയത്തിൽ സർക്കാർ ഇപ്പോൾ ഗൗരവമായി ഇടപെടുന്നത്. നിയമസഭയിലടക്കം ഇപ്പോഴും ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. മാത്രമല്ല ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ജനങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തിയതോടുകൂടിയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നത്. വനം മന്ത്രിയും ഒപ്പം ഈ വയനാട് ജില്ലയിലെ MLA-മാരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായും ഈ കാട്ടാന പ്രശ്നം, ഒപ്പം വന്യജീവി ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം, അതിന് പ്രായോഗികമായ എന്ത് മാർഗങ്ങൾ സ്വീകരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. ഒപ്പം ഇതുവരെ സ്വീകരിച്ച നടപടികളടക്കം ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിശദീകരിക്കും. മാത്രമല്ല നേരത്തെ തന്നെ ഈ വയനാട്ടിലെ കാട്ടാന ആക്രമണം, ഒപ്പം വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ നേതൃത്വം അടക്കം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട പരാതികൾ അറിയിച്ചിരുന്നു. ഒപ്പം ഈ LDF-ന്റെ വയനാട് ജില്ലാ കമ്മിറ്റി നേരത്തെ വനം വകുപ്പ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് അടക്കം നടത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അന്നും ഇവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാമെന്നൊരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസമുള്ള കൂടിക്കാഴ്ചയിലടക്കം ഉന്നതതല യോഗം വിളിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഒരു ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയത്. അതിന്റെ കൂടി ഭാഗമായാണ് ഉന്നതതല യോഗം വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിയമസഭ നടക്കുന്ന സമയം കൂടിയാണ്. ഇതിനിടയിലായിരിക്കും ഉന്നതതല യോഗം നടക്കുന്നത്. വനം മന്ത്രിയും അടക്കം പങ്കെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ ഒരു നിലപാട്, വിശദീകരണങ്ങൾ അടക്കം വ്യക്തമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിനുശേഷം കൂടുതൽ ധനസഹായം, കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് കൂടുതൽ ധനസഹായം നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിലും സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ കൂടുതൽ ധനസഹായം, ഒപ്പം ആ കുടുംബത്തിന് കൂടുതൽ സഹായങ്ങൾ അടക്കം നൽകുന്ന ഒരു നടപടികളിലേക്ക് കൂടി സർക്കാർ പോകും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വേണു, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.